പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവാങ്കലിയോൺ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 158ാമത് എപ്പിസോഡിലേക്ക് നാം വന്നുചേർന്നിരിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകൾ ഈ ശുശ്രൂഷ തുടരുവാൻ കഴിഞ്ഞില്ല. മറ്റേ ശുശ്രൂഷകളും മറ്റും ഉണ്ടായിരുന്നുകൊണ്ട് അത് സാധിച്ചില്ല. എങ്കിലും വീണ്ടും ഈ ശുശ്രൂഷ തുടരുവാൻ വലിയവനായ ദൈവം അനുവദിച്ചോർത്ത് കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ക്രിസ്തീയ ഗായകനായ സഹോദരൻ ജിജോ അടൂർ അവറുകളാണ്. പ്രിയ സഹോദരൻ കൂടി മനോഹരമായ ഗാനങ്ങൾ കേൾക്കുവാൻ കഴിയുന്നതാണ്. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രിയ സഹോദരനെ കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഗാനങ്ങൾക്ക് പശ്ചാത്തലം ഒരുക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനും കീബോർഡിസ്റ്റുമായ ബെനറ്റ് ജോൺ കൊട്ടാരക്കര അവറുകളാണ്. പ്രിയ സഹോദരനെയും കർത്താവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്ക് നരേഷനും ലഘു സന്ദേശവും അറിയിപ്പാനായി എത്തിയിട്ടുള്ളത് കർത്താവിൻ്റെ ദാസൻ സുവിശേഷൻ ബിജു ഒ വേങ്ങൂർ അവറുകളാണ്. പ്രിയ സഹോദരനെയും കർത്താവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന, ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും ഈ സന്ധ്യാസമയത്ത് നമ്മുടെ ജീവിതങ്ങളിൽ അത് വർഷിക്കുവാനും ആ ഇടപെടലിലൂടെ ദൈവമുമ്പാകായിരിക്കാനും ദൈവത്തിൻ്റെ സന്ദേശം നമ്മോട് അറിയിപ്പാനും ഇടയാകേണ്ടതിനായി ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്കായിരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകൾ കർത്താവിൻ്റെ ദാസൻ ബിജു അവർ നിർവഹിക്കുന്നതായിരിക്കും. അദ്ദേഹം തന്നെ പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കുന്നു. പ്രിയ ദേവദാസനെ അതിനായി ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ ഈ സായസന്ധ്യയുടെ ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, പ്രഭാതം മുതൽ ഇന്നേ സമയം വരെ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു, പരിപാലിച്ചു. ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്കായി, കരുതലിനായി, വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പകലിൻ്റെ ബദ്ധപ്പാടുകൾക്കൊക്കെ ശേഷമായിട്ട് ഈ ശാന്തമായ ഈ സായസന്ധ്യയുടെ സമയത്ത് കർത്താവിൻ്റെ വചനം പറയുവാനും വചനം കേൾക്കുവാനും അതുപോലെ തന്നെ കർത്താവെ ശ്രുതിമധുരമായ ഗാനങ്ങൾ പാടുവാനും അത് കേൾക്കുവാനും കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇവാങ്കലിയോൺ മിനിസ്ട്രീസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 157 എപ്പിസോഡുകൾ പൂർത്തിയാക്കുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് 158ാമത്തെ അതിൻ്റെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളെ ദൈവം ആദരിക്കണമേ. ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കർത്താവ് ആദരിക്കണമേ. പ്രത്യേകിച്ച് ഗാനങ്ങൾ ആലപിക്കുന്ന കർത്തദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ ഇട്ടിക്കൽ കുഞ്ഞു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജിജോ അടൂറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തല സംഗീതം ഒഴുക്കുന്ന പ്രിയ ബെനറ്റ് ജോൺ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വളരെ ദൈവകൃപയോടുകൂടെ ആത്മനിറവോടുകൂടെ ഈ ശുശ്രൂഷ ചെയ്യുവാനും അത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമായി തീരുവാൻ, പ്രത്യാശ ഉളവാക്കുവാൻ, അവരുടെ ജീവിതത്തിൽ ലക്ഷ്യബോധം ഉളവാക്കുവാൻ ഈ ശുശ്രൂഷ മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം ദൈവത്തിൻ്റെ വലിയ നിയന്ത്രണം ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ സാധന സംവിധാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് ആദരിക്കുകയും മാനിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാതൊരുവിധമായ തടസ്സങ്ങളോ നെറ്റ്വർക്കിൻ്റെ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാകുവാൻ ഇടയാകാതെ വണ്ണം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ശുശ്രൂഷ പൂർത്തിയാക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടും കരുണയോടും പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവമായിരുന്നവൻ ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് അവതരിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം അത് മനുഷ്യന് പാപപരിഹാരം നൽകുവാനായിട്ടായിരുന്നു. പലപ്പോഴും കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ
അനേക വിധത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളുമൊക്കെ ചെയ്തിട്ടുണ്ട്. കുരുടർക്ക് കാഴ്ച കൊടുത്തു, മുടന്തരെ നടത്തി, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അതിലുപരിയായ കർത്താവായ യേശു ക്രിസ്തു കടലിനെയും കാറ്റിനെയും ഒക്കെ അമർത്തി കടലിന് മീതെ നടന്നുപോയി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിപ്പം, ശ്രേഷ്ഠത, മഹത്വം വാക്കുകൾക്ക് അതീതമായിട്ടുള്ളതാണ്. എന്നാൽ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പരിഹാരകനായിട്ടാണ്. മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുന്ന, അനുസ്മരിക്കുന്ന ഒരു ഗാനം നമുക്ക് ശ്രവിക്കാം. മഹാകവി KV സൈമൺ സാർ രചിച്ചിട്ടുള്ള യേശുദേവ യേശുനാഥ പാപപരിഹാര ദേവ എന്ന് തുടങ്ങുന്ന ഗാനം ഇപ്പോൾ ജിജോ അടൂർ ആലപിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. യേശുനാഥ പാപപരിഹാര ദേവാ, യേശുനാഥ പാപപരിഹാര ദേവാ, ഓടിയകലും ഈ മരുയാനം എങ്ങനെ തരണം ചെയ്യും? നിന്റെ പൊന്മുഖം ഞാനൊന്നു കാണും. ഓടിയകലും ഈ മരുയാനം എങ്ങനെ തരണം ചെയ്യും? നിന്റെ പൊന്മുഖം ഞാനൊന്നു കാണും. യേശുനാഥ യേശുനാഥ പാപപരിഹാര ദേവാ, ആയിരം കണ്ണുകളാലെ നോക്കി പാർക്കും തൻ വിശുദ്ധ, ആയിരം കണ്ണുകളാലെ നോക്കി പാർക്കും തൻ വിശുദ്ധ, കാഹളത്തിൻ ധ്വനി കേട്ടിടും നാളിൽ രൂപാന്തരരാതീരും. വേഗം പറന്നു ഞാനങ്ങു ചേരും. കാഹളത്തിൻ ധ്വനി
കേട്ടിടും നാളിൽ രൂപാന്തരരായി തീരും. വേഗം പറന്നു ഞാനങ്ങു ചേരും. യേശുനാഥ യേശുനാഥ പാപപരിഹാര ദേവാ. യേശുനാഥ യേശുനാഥ പാപപരിഹാര ദേവാ. ലോകമാകും വൻകടലിൽ ഞാൻ വീണുടലാതങ്ങു പോകാം. ലോകമാകും വൻകടലിൽ ഞാൻ വീണുടലാതങ്ങു പോകാം. ആശ്രിതവത്സലൻ കാത്തിടും നമ്മെ നശ്വരമാകുനിയുലകിൽ ഇനി നാളുകളേറെയില്ല. ആശ്രിതവത്സലൻ കാത്തിടും നമ്മെ നശ്വരമാകുനിയുലകിൽ ഇനി നാളുകളേറെയില്ല. യേശുനാഥ യേശുനാഥ പാപപരിഹാര ദേവാ. യേശുനാഥ യേശുനാഥ പാപപരിഹാര ദേവാ. ഓടിയകലും ഈ മരുയാനം എങ്ങനെ തരണം ചെയ്യും. നിന്റെ പൊന്മുഖം ഞാനൊന്നു കാണും. ഓടിയകലും ഈ മരുയാനം എങ്ങനെ തരണം ചെയ്യും. നിന്റെ പൊന്മുഖം ഞാനൊന്നു കാണും. ഈ ലോക യാത്രയിൽ പലപ്പോഴും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കഷ്ടതകളും രോഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ പലപ്പോഴും തളർന്നു പോകുവാനും കലങ്ങിപ്പോകുവാനുമുള്ള സാധ്യതകളുണ്ട്. കർത്താവിൻ്റെ അരിമ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ അവരുടെ ജീവിതയാത്രയിൽ പലപ്പോഴും സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. പലപ്പോഴും അവരുടെ കടൽ യാത്രയിൽ കാറ്റും കോളും തിരമാലകളും പ്രതികൂലമായി ആഞ്ഞടിച്ചു. ഒരുപക്ഷെ അവർ തകർന്നു പോകുന്ന കടലിൽ മുങ്ങിപ്പോകേണ്ട സാഹചര്യങ്ങൾ തന്നെ ഉണ്ടായി. എന്നാൽ കർത്താവായ യേശുക്രിസ്തു കാറ്റിനെയും കടലിനെയും കരയെയും സൃഷ്ടിച്ച സർവത്തിൻ്റെ സൃഷ്ടാവും സർവത്തിൻ്റെ ഉടയവനുമായ ദൈവം ഇങ്ങനെയാണ് പറയുന്നത്: കടലെ ശാന്തമാകാം, കാറ്റേ അടങ്ങ. ആ കർത്താവിൻ്റെ വാക്കുകൾ എല്ലാം തന്നെ കടലും കാറ്റും തിരമാലകളുമൊക്കെ അടങ്ങുവാനും ശാന്തമാകുവാനും ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ ഭയപ്പെടേണ്ട എന്നുള്ള ആ വാക്കാണ് അവരെ ശക്തിപ്പെടുത്തിയത്.
നമ്മുടെ ജീവിതത്തിലും പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ജീവിതത്തിൽ ഒരുപക്ഷെ നിരാശയുടെ നീർച്ചുഴിയിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ ജോലി നഷ്ടമായി, പരീക്ഷയിൽ പരാജയപ്പെട്ടു, ഒരുപക്ഷെ നാം വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയില്ല എങ്കിൽ പരാജയം ഒരുപക്ഷെ നമ്മളെ നിരാശയിലേക്ക് നയിക്കുവാനും അത് നമ്മെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുവാനുമുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനമേ ലേശവും കലങ്ങേണ്ട, മനുവേൽ സകലവും അറിയുന്നു എന്നുള്ളതാണ്. നമ്മെ സൃഷ്ടിച്ചവൻ, നമ്മെ നിർമ്മിച്ചവൻ, നമ്മെ മെനഞ്ഞവൻ എല്ലാം അറിയുന്ന ദൈവമാണ്, നമ്മെ കരുതുന്ന വലിയവനായ ദൈവമാണ്. ഈ ആശയം വരുന്ന ഒരു ഗാനമാണ് നാം ഇനി ശ്രവിക്കുവാനായിട്ട് പോകുന്നത്. മനമേ ലേശവും കലങ്ങേണ്ട, മനുവേൽ സകലവും അറിയുന്നു എന്നാരംഭിക്കുന്ന ഗാനം സഹോദരൻ ഈട്ടിക്കൽ കുഞ്ഞുമോൻ സഹോദരൻ ഇപ്പോൾ ദൈവനാമഹത്വത്തിനായിട്ട് ആലപിക്കും. സകലവും അറിയുന്നു, മണ്ണിൽ വന്നു പ്രാണനെ തന്നോൻ കരുതിക്കൊള്ളും നിൻ വഴികൾ. മനമേലേശവും കലങ്ങേണ്ട, മനുവേൽ സകലവും അറിയുന്നു, മണ്ണിൽ വന്നു പ്രാണനെ തന്നോൻ കരുതിക്കൊള്ളും നിൻ വഴികൾ. കടലല്ല കണ്ടു ഭ്രമിക്കേണ്ട, കാറ്റാലുള്ളം പതറേണ്ട. കടലല്ല കണ്ടു ഭ്രമിക്കേണ്ട, കാറ്റാലുള്ളം പതറേണ്ട. കടലിൻ മീതെ നടന്നവൻ നിന്നെ കരുതിക്കൊള്ളും കൺമണി പോൽ. കടലിൻ മീതെ നടന്നവൻ നിന്നെ കരുതിക്കൊള്ളും കൺമണി പോൽ. മനമേലേശവും കലങ്ങേണ്ട, മനുവേൽ സകലവും അറിയുന്നു, മണ്ണിൽ വന്നു പ്രാണനെ തന്നോൻ കരുതിക്കൊള്ളും നിൻ വഴികൾ. മണ്ണിൽ വന്നു പ്രാണനെ തന്നോൻ കരുതിക്കൊള്ളും നിൻ വഴികൾ.
മരുവിൽ പൊള്ളും ചുടുവെയിലിൽ വരളും നാവിനു നീരേകാൻ. മരുവിൽ പൊള്ളും ചുടുവെയിലിൽ വരളും നാവിനു നീരേകാൻ. മാറയെ മധുരമായി മാറ്റിയ നാഥൻ മതിനിൻ സഖിയായി മഴുവിൽ. മാറയെ മധുരമായി മാറ്റിയ നാഥൻ മതിനിൻ സഖിയായി മരുവിൽ. മനമേ ലേശവും കലങ്ങേണ്ട, മനുവേൽ സകലവും അറിയുന്നു. മണ്ണിൽ വന്നു പ്രാണനെ തന്നോൻ കരുതിക്കൊള്ളും നിൻ വഴികൾ. മണ്ണിൽ വന്നു പ്രാണനെ തന്നോൻ കരുതിക്കൊള്ളും നിൻ വഴികൾ. യോർദാൻ തുല്യം ശോധനയും തീർന്നങ്ങക്കരയെത്തുമ്പോൾ. യോർദാൻ തുല്യം ശോധനയും തീർന്നങ്ങക്കരയെത്തുമ്പോൾ. പ്രതിഫലം കണ്ടു നിർവിധി കൊള്ളും പ്രിയനെ കണ്ടു പുളകം കൊള്ളും. പ്രതിഫലം കണ്ടു നിർവിധി കൊള്ളും പ്രിയനെ കണ്ടു പുളകം കൊള്ളും. മനമേലേശവും കലങ്ങേണ്ട, മനുവേൽ സകലവും അറിയുന്നു. മണ്ണിൽ വന്നു പ്രാണനെ തന്നോൻ കരുതിക്കൊള്ളും നിൻ വഴികൾ. മനമേലേശവും കലങ്ങേണ്ട, മനുവേൽ സകലവും അറിയുന്നു. മണ്ണിൽ വന്നു പ്രാണനെ തന്നോൻ കരുതിക്കൊള്ളും നിൻ വഴികൾ. മണ്ണിൽ വന്നു പ്രാണനെ തന്നോൻ കരുതിക്കൊള്ളും നിൻ വഴികൾ. ദൈവവചനം നാം പഠിക്കുമ്പോൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വ്യക്തികളും വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ അബ്രഹാമിന് ക്ഷാമം വന്നപ്പോൾ മിസ്രൈമിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായി. സ്വന്തം ഭാര്യയെക്കുറിച്ച് സഹോദരി എന്ന് പറയേണ്ട സാഹചര്യങ്ങൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായി. യോസഫിൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ ഒരടിമയായിട്ട് മിസ്രൈമിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായി. പൊട്ടക്കിണറ്റിൻ്റെ അനുഭവം, അതുപോലെ തന്നെ കാരാഗൃഹത്തിൻ്റെ അനുഭവം. എങ്കിലും ദൈവം കൂടെ ഇരുന്ന് ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ കരുതൽ അവരുടെ ജീവിതത്തിലൊക്കെ വെളിപ്പെടുത്തുവാനായിട്ടിടയായിത്തീർന്നു. ഏലിയാവിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഇനി എനിക്ക് ജീവിക്കേണ്ട, എനിക്ക് മതി എന്നുള്ള നിലയിൽ ഏലിയാവ് ഏകനായിട്ട്, അതുപോലെ തന്നെ ഭയത്തിലും ഭീതിയിലും കഴിയുന്ന ആ ഒരു സാഹചര്യം ഏലിയാവിൻ്റെ ജീവിതത്തിലും ഉണ്ടായി. ദുഃഖിതനായി ഓടിപ്പോകുന്ന സാഹചര്യമുണ്ടായി. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോഴും യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ ഏകനായിട്ട് ആ ദ്വീപിൻ്റെ കരാളമായ അനുഭവങ്ങളിലൂടെ തനിക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു.
ദാനിയേലിനും ശദ്രക്കും മേശക്കിനും അബേദ്നെഗോവിനൊക്കെ തീച്ചൂളയുടെ അനുഭവം, സിംഹക്കുഴിയുടെ അനുഭവമൊക്കെ ജീവിതത്തിലുണ്ടായി. ഇതൊക്കെയും തന്നെ ബൈബിൾ വിശുദ്ധ രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ആശ്വാസമായി, നമുക്ക് ധൈര്യം നൽകുന്ന, അഥവാ നമ്മെ പ്രചോദനം നൽകി ജീവിതത്തിൽ കടന്നു വരുന്ന വൈതരണികളെയും, ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെയും, ജീവിതത്തിൽ കടന്നു വരുന്ന വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ആവശ്യമായ കൃപ, ധൈര്യം നൽകുന്നത് ദൈവവചനത്തിലൂടെയാണ്. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഗാനരചയിതാവാണ് മുത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞു ഉപദേശി എന്ന് പറയുന്ന ആ ഗാനരചയിതാവ്. തൻ്റെ ജീവിതത്തിൽ സമാനമായ അനുഭവങ്ങളിലൂടെ, ജീവിത അനുഭവങ്ങളിലൂടെ, കഠിനമായ പരിശോധനകളിലൂടെ തൻ്റെ ജീവിതത്തിൽ കടന്നു പോകേണ്ട സാഹചര്യങ്ങളുണ്ടായപ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതുവാനായിട്ടിടയായി തീർന്നു. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുന്നു. തൻ്റെയും ജീവിതത്തിൽ അതേ സമാനമായ അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ ദൈവം മഹത്വത്തിൽ ജീവിക്കുന്നു എങ്കിലും സാധുവായ ഞാൻ ഈ ക്ഷോണി തന്നിൽ ക്ലേശിക്കുന്നു എന്ന് താൻ പാടുവാനായിട്ടിടയായിത്തീർന്നു. ഒരുപക്ഷെ എൻ്റെ കാലുകൾ, അതിൻ്റെ ഓട്ടം, അതിൻ്റെ ബലം ക്ഷയിക്കുമ്പോൾ കർത്താവ് തന്നെ എൻ്റെ ഓട്ടത്തിന് ഓടുവാനുള്ള ആ വേഗം നൽകുമെന്ന് താൻ രചിക്കുവാനായിട്ടിടയായി. ഒരുപക്ഷെ ദുഃഖിതനായി ഞാൻ ഓടിപ്പോയാലും എനിക്ക് ശക്തി നൽകുവാൻ ദൈവദൂതന്മാരെ അയക്കുമെന്ന് തനിക്ക് രചിക്കുവാനായിട്ടിടയായിത്തീർ. ഒരുപക്ഷെ ദാഹിക്കുമ്പോൾ അപ്പമായിട്ട്, ദാഹിക്കുമ്പോൾ ജീവജലമായിട്ട്, വിശക്കുമ്പോൾ അപ്പമായിട്ടൊക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഭവം ആകുവാനായിട്ടിടയായിത്തീർന്നു. ഈ ആശയം വരുന്ന ഒരു ഗാനമാണ് നാം ഇനി ശ്രവിക്കുവാനായിട്ട് പോകുന്നത്. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുന്നു എന്നാരംഭിക്കുന്ന ഗാനം ഇപ്പോൾ ജിജോ അടൂർ ദൈവനാമഹത്വത്തിനായിട്ട് ആലപിക്കും. ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാൻ ഈശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു.
വൈഷമ്യമേതു കുന്നും കരകേറി നടകൊള്ള വൈഷമ്യമേതു കുന്നും കരകേറി നടകൊള്ള രക്ഷകരൻ കാലുകൾക്ക് വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോടിടും ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നും ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നും മാനസത്തിൽ ആദികൊണ്ട് ഏതിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ദുഃഖിതനായോടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാലും ദുഃഖിതനായോടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാലും എന്നെ ഓർത്തു ദൈവദൂത് വന്നിടും ഏറ്റം സ്നേഹച്ചൂടോടൊപ്പവുമായി വന്നിടും. നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലവാലേശം ഭാരമില്ല നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലവാലേശം ഭാരമില്ല ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നാം പലപ്പോഴും പലതിലും ആശ്രയിക്കുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ചിലർ മനുഷ്യരിൽ ആശ്രയിക്കുമ്പോൾ, മറ്റു ചിലർ സമ്പത്തിൽ ആശ്രയിക്കുമ്പോൾ, മറ്റു ചിലർ അവരുടെ ജീവിത സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ സുഹൃത്തുക്കളിലും അതുപോലെ തന്നെ ഭൗതികമായ സമ്പത്തിലുമൊക്കെ ആശ്രയിക്കുമ്പോൾ, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുമ്പോൾ നമുക്ക് ആശ്രയിക്കുവാൻ, നമുക്ക് സങ്കേതമായിട്ടുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കഴിഞ്ഞ നാളുകളിൽ
അവനിൽ ആശ്രയിച്ചവരാരും തന്നെ നിരാശരായി തീർന്നിട്ടില്ല. നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ആശ്രയിക്കുവാൻ നമ്മുടെ സങ്കേതമായിട്ടുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. എന്ത് തന്നെ ജീവിതത്തിൽ വന്നാലും, രോഗങ്ങളാകട്ടെ, അതുപോലെ തന്നെ കഷ്ടതകളാകട്ടെ, എല്ലാം നഷ്ടപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളാകട്ടെ, എന്തു തന്നെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മുടെ ആശ്രയം നമ്മുടെ കർത്താവ് മാത്രമാണ്. തുമ്പങ്ങളേറുന്ന ഈ മരുഭൂയാത്രയിൽ നമുക്ക് ആശ്രയമായിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കർത്താവ് വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ആദികൾ മുത്തുമായിട്ട് തീരുവാനായിട്ടിടയായിത്തീർന്നത്. ഈ ആശയം വരുന്ന ഒരു ഗാനമാണ് നാം ഇനി ശ്രവിക്കുവാനായിട്ട് പോകുന്നത്. എന്നേശുവേ നീ ആശ്രയം, എന്നാളും മന്നിലെ സാധുവിന്. എല്ലാവരും പാരിൽ കൈവിട്ടാലും ഞങ്ങളുടെ കർത്താവ് എന്നെ കൈവിടുകയില്ല എന്നുള്ള, ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ആശയം വരുന്ന ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. കർത്തദാസൻ ചാൾസ് ജോൺ അവர்கள் രചിച്ചിട്ടുള്ള എന്നേശുവേ നീ ആശ്രയം എന്ന് ആരംഭിക്കുന്ന ഗാനം സഹോദരൻ ഇട്ടിക്കൽ കുഞ്ഞുമോൻ ഇപ്പോൾ ദൈവനാമഹത്വത്തിനായിട്ട് ആലപിക്കും. എന്നാളും മന്നിലെ സാധുവിനെ. എല്ലാരും പാരി കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവു നീ. എല്ലാരും പാരി കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവു നീ. എന്നേശുവേ നീ ആശ്രയം, എന്നാളും മന്നിലെ സാധുവിനെ. എല്ലാരും പാരി കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവു നീ. ചരത്തണഞ്ഞു ഏകുന്നു സ്വാന്തനം നീ എനിക്ക്. ആകുല നേരത്തൻ ചരത്തണഞ്ഞു ഏകുന്നു സ്വാന്തനം നീ എനിക്ക്. ആകയാലില്ലാത്തല്ലും ഭയം, പകലും രാവും നീ അഭയം. ആകയാലില്ലാത്തല്ലും ഭയം, പകലും രാവും നീ അഭയം. എന്നേശുവേ നീ ആശ്രയം, എന്നാളും മന്നിലെ സാധുവിന്.
എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവു നീ. എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവു നീ. തുമ്പങ്ങളേറുമൻ മനസ്സം തന്നിൽ ഇമ്പം പകരുന്നു നിൻമൊഴികൾ. തുമ്പങ്ങളേറുമൻ മനസ്സം തന്നിൽ ഇമ്പം പകരുന്നു നിൻമൊഴികൾ. എൻ മനം നിന്നിലാനന്ദിക്കും, നിന്മാവിൽ ചാരി ആശ്വസിക്കും. എൻ മനം നിന്നിലാനന്ദിക്കും, നിന്മാവിൽ ചാരി ആശ്വസിക്കും. എന്നേശുവേ നീ ആശ്രയം, എന്നാളും മണ്ണിൽ സാധുവിനെ. എല്ലാരും പാരി കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവു നീ. എല്ലാരും പാരി കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവു നീ. എന്നു നീ വന്നിടും എന്നാത്മനാഥ, വന്നല്ലാതെന്നാതി തീരുകില്ല. എന്നു നീ വന്നിടും എന്നാത്മനാഥ, വന്നല്ലാതെന്നാതി തീരുകില്ല. ഒന്നേ എന്നാശ നിന്നെ കാൺമാൻ, ആമേൻ കർത്താവേ വന്നിടണേ. ഒന്നേ എന്നാശ നിന്നെ കാൺമാൻ, ആമേൻ കർത്താവേ വന്നിടണേ. എന്നേശുവേ നീ ആശ്രയം, എന്നാളും മണ്ണിൽ സാധുവിനെ. എല്ലാരും പാരി കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവു നീ. എല്ലാരും പാരി കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവു നീ. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് ഇങ്ങനെ പറയുന്നു: എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളെ സ്നേഹിച്ചവർ, നാം സ്നേഹിച്ചവർ മരണം വഴിയായി ഒരുപക്ഷെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ അപ്പനും അമ്മയും നമ്മെ ഉപേക്ഷിച്ചാലും നമ്മെ നിത്യസ്നേഹത്താൽ സ്നേഹിക്കുന്ന
ഒരു നാളും ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ഞാനോ ലോകാവസാനത്തോളവും എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. നമ്മുടെ ദുഃഖത്തിൽ ആശ്വസിപ്പിക്കുവാനായിട്ട്, നമ്മുടെ കഷ്ടതകളിൽ നമ്മുടെ കണ്ണുനീര് ഒപ്പുവാനായിട്ട് ഒരു പിതാവിൻ്റെ സ്ഥാനത്ത്, ഒരു മാതാവിൻ്റെ സ്ഥാനത്ത് നമ്മെ സ്നേഹിക്കുന്ന, കരുതുന്ന, നമ്മെ നടത്തുന്ന വലിയവനായ ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം ഒരു നാളും നമ്മെ കൈവിടാത്തവനാണ്, ഉപേക്ഷിക്കാത്തവനാണ്. നമ്മെ അറിയുന്ന ദൈവമാണ്, നമ്മുടെ അവസ്ഥകളെ അറിയുന്ന വലിയവനായ ദൈവമാണ്. ഈ ആശയം വരുന്ന ഒരു ഗാനമാണ് നാം ശ്രവിക്കുവാനായിട്ട് പോകുന്നത്. ഉന്മേ അപ്പാനും എന്നുള്ള തമിഴ് ഗാനം ഇപ്പോൾ ജിജോ അടൂർ ദൈവനാമഹുദ്ദത്തിനായിട്ട് ആലപിക്കുന്നു. அப்பான்னு கூப்பிடத்தான் ஆசை, உம்மை அப்பான்னு கூப்பிடுவோம். உம்மை அம்மான்னு கூப்பிடத்தான் ஆசை, உம்மை அம்மான்னு கூப்பிடுவோம். உம்மை அப்பான்னு கூப்பிடத்தான் ஆசை, உம்மை அப்பான்னு கூப்பிடுவோம். உம்மை அம்மான்னு கூப்பிடத்தான் ஆசை, உம்மை அம்மானு கூப்பிடுவோம். உம்மை அம்மானு கூப்பிடுவேன், உம்மை அப்பானு கூப்பிடுவேன். உம்மை அம்மானு கூப்பிடுவேன், உம்மை அப்பானு கூப்பிடுவேன். உம்மை அப்பானு கூப்பிடத்தான் ஆசை, உம்மை அப்பானு கூப்பிடுவேன். உம்மை அம்மானு கூப்பிடத்தான் ஆசை, உம்மை அம்மானு கூப்பிடுவேன். கருவில் என்னை சுமந்தது பார்த்தா அம்மான்னு சொல்லணும், தோளில் என்னை சுமந்தது பார்த்தா அப்பான்னு சொல்லணும். கருவில் என்னை சுமந்தது பார்த்தா அம்மான்னு சொல்லணும், தோளில் என்னை சுமந்தது பார்த்தா அப்பான்னு சொல்லணும். என்னை கொஞ்சுவதும் பார்த்தா உம்மை அப்பான்னு சொல்லணும். என்னை அண்டுவதும் தோன்றுவதும் பார்த்தா உம்மை அப்பான்னு சொல்லணும். உம்மை அம்மானு கூப்பிடுவேன், உம்மை அப்பானு கூப்பிடுவேன். உம்மை அம்மானு கூப்பிடுவேன், உம்மை அப்பானு கூப்பிடுவேன். உம்மை அப்பானு கூப்பிடத்தான் ஆசை, உம்மை
உம்மை அப்பான்னு கூப்பிடுவோம். உம்மை அம்மானு கூப்பிடத்தான் ஆசை. உம்மை அம்மானு கூப்பிடுவோம். கண்ணீரை துடைத்தது பார்த்தான் அப்பான்னு சொல்லணும். விண்ணப்பத்தை கேட்டதை பார்த்தான் அப்பான்னு சொல்லணும். கண்ணீரை துடைத்தது பார்த்தான் அப்பான்னு சொல்லணும். விண்ணப்பத்தை கேட்டது பார்த்தான் அப்பான்னு சொல்லணும். என்னை எழுவதும் தங்குவதும் பார்த்தான் உம்மை அப்பான்னு சொல்லணும். உங்க இறுக்கத்தை உருக்கத்தை பார்த்தான் உம்மை அப்பான்னு சொல்லணும். என்னை இழுவதும் தங்குவதும் பார்த்தான் உம்மை அப்பான்னு சொல்லணும். எங்க இறுக்கத்தை உருக்கத்தை பார்த்தான் உம்மை அப்பான்னு சொல்லணும். உம்மை அப்பான்னு கூப்பிடுவேன். உம்மை அம்மான்னு கூப்பிடுவேன். உம்மை அப்பான்னு கூப்பிடுவேன். உம்மை அம்மான்னு கூப்பிடுவேன். உம்மை அப்பான்னு கூப்பிடத்தான் ஆசை. உம்மை அப்பான்னு கூப்பிடுவோம். உம்மை அம்மான்னு கூப்பிடத்தான் ஆசை. உம்மை அம்மான்னு கூப்பிடுவோம். உம்மை அப்பான்னு கூப்பிடத்தான் ஆசை. உம்மை அப்பான்னு கூப்பிடுவோம். உம்மை அம்மான்னு கூப்பிடத்தான் ஆசை. உம்மை அம்மான்னு கூப்பிடுவோம். ഇനി ഈ ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവം അഥവാ അത്ഭുതം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവാണ്. നനച്ചിരിക്കാത്ത നാഴികയിൽ ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിതത്തിൻ്റെ ബദ്ധപ്പാടുകളിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ദൈവപുത്രൻ അഥവാ കർത്താവായ യേശുക്രിസ്തു മേഘത്തിൽ പ്രത്യക്ഷനാകും എന്നുള്ളതാണ് ക്രിസ്തീയ സഭയുടെ ഏറ്റവും വലിയ പ്രത്യാശ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു ഈ നിലയിൽ ദൈവസഭയോട് പറഞ്ഞു, ഞാൻ വീണ്ടും വരും, ഞാൻ പോയതുപോലെ വീണ്ടും വരും എന്നുള്ളത്. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെയൊക്കെ ഓർമ്മിപ്പിക്കുവാനായിട്ടിടയായി തീർന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. അതുപോലെ തന്നെ നിങ്ങളുടെ സഹജീവികളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം
കൂട്ടു സഹോദരങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം, സമൂഹവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം, അതുപോലെ തന്നെ ദൈവവുമായിട്ടുള്ള ആത്യന്തികമായ ബന്ധം എങ്ങനെയായിരിക്കുന്നു എന്ന് സ്വയപരിശോധന ചെയ്യേണ്ട ഒരു സമയമാണ്. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പകർച്ചവ്യാധികൾ, ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിലുള്ള ജീവിതമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ, കലുഷിതമായ സാഹചര്യങ്ങളിലൂടെ ഓരോ ദിവസവും മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് അടുക്കൽ, വാതിൽക്കൽ ആയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നത്. കണ്ണുനീർ നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് നാം പോയി മറയും എന്നുള്ളതാണ് നമ്മുടെ വലിയ പ്രത്യാശ. ഈ ആശയം വരുന്ന ഒരു ഗാനം ദൈവസഭയെ ആത്മമണവാളനായിരിക്കുന്ന കർത്താവ് ചേർക്കുവാൻ വേഗം വരുമെന്നുള്ള പ്രത്യാശയെ ഉണർത്തുന്ന ആമേൻ കർത്താവായ യേശുവേ വരണമേ എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ഗാനം ശ്രവിക്കാം. സഹോദരൻ ഈട്ടിക്കൽ കുഞ്ഞുമോൻ സിയോൻ മണാളനെ ശാലേമിൻ പ്രിയനെ എന്നുള്ള ഗാനം ഇപ്പോൾ ആലപിക്കുന്നു. നമുക്ക് ഏവർക്കും ശ്രദ്ധിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സിയോൻ മണാളനെ ശാലേമിൻ പ്രിയനെ, സിയോൻ മണാളനെ ശാലേമിൻ പ്രിയനെ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. പരനെ നിൻ വരവേതുന്നിരത്തുനിന്ന് അറിയുന്നില്ല ഞാൻ, പരനെ നിൻ വരവേതുന്നിരത്തുനിന്ന് അറിയുന്നില്ല ഞാൻ, അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കുന്നേ, അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കുന്നേ. സിയോൻ മണാളനെ ശാലേമിൻ പ്രിയനെ, സിയോൻ മണാളനെ നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. നിറഞ്ഞ ലോകത്തു നിന്ന് ഞാൻ പോയി മറയുമേ, കണ്ണുനീർ നിറഞ്ഞ ലോകത്തു നിന്ന് ഞാൻ പോയി മറയുമേ, കണ്ണിമയ്ക്കും നൊടി നേരത്തു ചേരുമേ വിൺപുരിയതിൽ, കണ്ണിമയ്ക്കും നൊടി നേരത്തു ചേരുമേ വിൺപുരിയതിൽ. സിയോൻ മണാളനെ
ശാലേമിൻ പ്രിയനേ സിയോൻ മണാളനേ ശാലേമിൻ പ്രിയനേ നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ ചേർക്കുന്നേരത്ത് എന്താനന്ദമേ സഭയകാന്തയെ ചേർക്കുന്ന നേരത്ത് എന്താനന്ദമേ പ്രിയന്റെ മാർവിൽ ഞാൻ ചാരും സമയത്ത് പരമാനന്ദമേ പ്രിയന്റെ മാർവിൽ ഞാൻ ചാരും സമയത്ത് പരമാനന്ദമേ സിയോൻ മണാളനേ ശാലേമിൻ പ്രിയനേ നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ കുഞ്ഞാട്ടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ എടുക്കപ്പെടുമല്ലോ കുഞ്ഞാട്ടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ എടുക്കപ്പെടുമല്ലോ ആവകൾ സന്തോഷ ശോഭന നാളതിൽ ഞാനും കാണുമേ സിയോൻ മണാളനേ ശാലേമിൻ പ്രിയനേ സിയോൻ മണാളനേ ശാലേമിൻ പ്രിയനേ നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ പുസ്തകങ്ങൾ അടങ്ങിയ ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള പ്രമേയം എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഇബ്രായ ലേഖനം ആരംഭിക്കുന്നത് ദൈവം പണ്ട് ഭാഗമായും വിവിധമായും എന്നുള്ള നിലയിലാണ്. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകവും ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഈ കാണുന്ന സകല ചരാചരങ്ങളെയും കാണുമ്പോൾ അതിലൂടെയൊക്കെ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ കാറ്റിൽ ഉലയുന്ന മാമരങ്ങളെയും കടലിലെ മത്സ്യങ്ങളെയും തിരമാലകളെയും പുഷ്പങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ കാണുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അത് വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇതേ സ്നേഹമാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവമായിരുന്നവൻ മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് അവതരിച്ചുകൊണ്ട് ദൈവസ്നേഹം വെളിപ്പെടുത്തിയത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം
3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകിക്കൊണ്ട് അത്രയധികം ഈ ലോകത്തെ സ്നേഹിച്ചു. അതുപോലെ തന്നെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ നൽകുവാനായിട്ടാണ് ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ സ്നേഹിച്ചു. ദൈവസ്നേഹത്തിൻ്റെ നീളം, ദൈവസ്നേഹത്തിൻ്റെ ആഴം, ദൈവസ്നേഹത്തിൻ്റെ ഉയരം, ദൈവസ്നേഹത്തിൻ്റെ അപ്രമേയം, ആഴം, ഉയരം, നീളം, വീതി ആർക്കും ഗ്രഹിക്കുവാനായിട്ട് കഴിയുകയില്ല. മാനുഷികമായ സ്നേഹത്തിൽ ഒരുപക്ഷെ പല മാലിന്യങ്ങളും കുറവുകളും കടന്നു വരാം. എന്നാൽ ദൈവസ്നേഹം അത് അവർണ്ണനീയമാണ്. ദൈവസ്നേഹം അത് നിസ്സീമമാണ്. ദൈവസ്നേഹം അത് വർണ്ണിപ്പാൻ അസാധ്യമായിട്ടുള്ളതാണ്. തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച ആ സ്നേഹത്തിൻ്റെ മാധുര്യം അത് നിസ്സീമമാണ്, അത് നിർവ്യാജ്യമാണ്, അത് അവർണ്ണനീയമാണ്, അത് ആശ്ചര്യമായിട്ടുള്ള സ്നേഹമാണ്. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത ശിഷ്യനായിരിക്കുന്ന യൂദാസിനെ കർത്താവ് സ്നേഹത്തോടെ വിളിച്ചത് സ്നേഹിത എന്നുള്ളതാണ്. പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുമെന്ന് മുന്നമേ പറയുകയും കർത്താവ് പത്രോസിനെ സ്നേഹിച്ചു. അത് അവസാനത്തോളവും സ്നേഹിച്ചു. ദൈവസ്നേഹം അത് വാക്കുകൾക്ക് അതീതമാണ്. ദൈവസ്നേഹം അത് അവസാനത്തോളവും സ്നേഹിക്കുന്ന സ്നേഹമാണ്. കുറവുകൾക്ക് അതീതമായി സ്നേഹിക്കുന്ന സ്നേഹമാണ്. യോഹന്നാൻ തൻ്റെ സുവിശേഷം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവായ യേശു ക്രിസ്തു ചെയ്ത അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങളുണ്ട്, അനേക പ്രവൃത്തികളുണ്ട്. എന്നാൽ അതൊക്കെ എഴുതിയാൽ ഈ ലോകത്തിലെ പുസ്തകങ്ങൾ തന്നെ മതിയാകയില്ല എന്നുള്ളതാണ്. ആ നിലയിലാണ് ദൈവസ്നേഹം. അത് എഴുതിയാൽ തീരാത്തതാണ്, പറഞ്ഞാൽ അത് ഒരിക്കലും തീരാത്തതാണ്. ആ നിലയിലുള്ള സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനമാണ് നാം ശ്രവിക്കുവാനായിട്ട് പോകുന്നത്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ഈ ആശയം വരുന്ന ഗാനം ഇപ്പോൾ സഹോദരൻ ജിജോ അടൂർ ദൈവനാമഹത്വത്തിനായിട്ട് ആലപിക്കും. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താം എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമാ.
വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ, സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവാഞ്ചലിയോൺ മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേകിച്ച് ആരംഭിച്ച ഈ എപ്പിസോഡിൻ്റെ 158 ഈ എപ്പിസോഡിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളോടൊരുമിച്ച് പങ്കുവെക്കുവാനായിട്ട് ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനു മുമ്പും പലപ്പോഴും ഇങ്ങനെ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാനത് നന്ദിയോടെ ഓർക്കുകയാണ്. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. അല്പസമയത്തെ വചന വിചിന്തനത്തിനായിട്ട് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതിന് ആധാരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങളാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യം. എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴി? ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വായിച്ച ഈ വേദഭാഗം പ്രത്യേകിച്ച് എബ്രായ ലേഖകൻ ഒരുപറ്റം ക്രിസ്തീയ വിശ്വാസികളോട് ഓർമ്മിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ്. പ്രത്യേകിച്ച് യഹൂദ മത പശ്ചാത്തലത്തിലുള്ളവർ അവർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു എങ്കിലും അവരുടെ 2-ാം തലമുറയും 3-ാം തലമുറയുമൊക്കെ പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരുപക്ഷെ അവരുടെ പിതാക്കന്മാർ ആരംഭിച്ച അഥവാ ആചരിച്ച ആ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് അവർ തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ വീണ്ടും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതയും ക്രിസ്തുവിൻ്റെ മഹത്വവും ക്രിസ്തു ഏതെല്ലാം നിലയിൽ ഉന്നതനായിരിക്കുന്നു, ശ്രേഷ്ഠനായിരിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക, ക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങൾ കാണുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ ആ പിന്മാറ്റ അവസ്ഥയിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുന്ന ഒരു ലേഖനമാണ് ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം. അതിലെ ഓരോ അധ്യായങ്ങൾ നാം പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തു മോശയേക്കാൾ വലിയവനാണ്. യേശുക്രിസ്തു പ്രവാചകന്മാരെക്കാൾ വലിയവനാണ്. യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ
ദൂതവൃന്ദങ്ങളെക്കാൾ വലിയവനാണ്. യേശുക്രിസ്തു ശലോമോനേക്കാൾ വലിയവനാണ്. യേശുക്രിസ്തു ദേവാലയത്തെക്കാൾ ഉന്നതനാണ്. യേശുക്രിസ്തുവിൻ്റെ യാഗം അത് പഴയ നിയമ യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള യാഗമാണ്. ഈ യേശുക്രിസ്തു എത്ര വലിയവൻ, എത്ര ഉന്നതൻ, എത്ര ശ്രേഷ്ഠൻ എന്ന് ഓരോരുത്തരും നോക്കുവിൻ. യേശുക്രിസ്തുവിനെ നോക്കുക, യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക. യേശുക്രിസ്തു ആരാണെന്ന് നിങ്ങൾ കാണുക എന്ന് ആഹ്വാനം കൊടുക്കുന്ന ഒരു ലേഖനമാണ് ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം. ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം ആരംഭിക്കുന്നത് പോലും ദൈവം എന്നുള്ള പദത്തോടു കൂടെയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയം, ഈ രണ്ടാമത്തെ വാക്യത്തിൽ ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യം അത് പഴയ നിയമ പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ച പ്രവചനമാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം. അതുകൊണ്ടാണ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കർത്താവ് താൻ പറഞ്ഞ് തുടങ്ങിയത്. അതുപോലെ തന്നെ എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ട് വിവിധമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉള്ള സന്ദേശം എന്ന് പറയുമ്പോൾ, സുവിശേഷം എന്ന് പറയുമ്പോൾ കേവലം 2000 വർഷത്തോളമുള്ള പഴക്കമല്ല. പിന്നെയോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്ദേശം, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അത് അതിനേക്കാൾ അപ്പുറമായി കാലപ്പഴക്കമുള്ള ഒന്നാണ് എന്നുള്ള കാര്യം എബ്രായ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ച യെശയ്യാ പ്രവാചകൻ, മീഖാ പ്രവാചകൻ, അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകങ്ങളിലൊക്കെ, അതുപോലെ തന്നെ ആവർത്തന പുസ്തകങ്ങളിലൊക്കെ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒക്കെയും തന്നെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ ജീവിതം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണം, യേശുക്രിസ്തുവിൻ്റെ ഉയിർപ്പ്, യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണവുമായിട്ടുള്ള ബന്ധത്തിലുള്ള പലവിധത്തിലുള്ള കാര്യങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ഉയിർപ്പ്, യേശുക്രിസ്തു കൃപാവരങ്ങളെ നൽകുന്ന കാര്യങ്ങളൊക്കെയും തന്നെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ആ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനനം കൊള്ളുവാൻ, പിറവി എടുക്കുവാനായിട്ടിടയായി തീർന്നിട്ടുള്ളത്. യേശുക്രിസ്തു ജനിക്കുന്നത് അതേത് സ്ഥലത്തായിരിക്കും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണം അതെങ്ങനെയായിരിക്കും, അവൻ്റെ അടക്കം അതെങ്ങനെയായിരിക്കും, ഈ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട്, വളരെ കൃത്യമായിട്ട് പഴയ നിയമ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ യെശയ്യാ പ്രവാചകനിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് പറയുവാനിടയായി തീർന്നു, ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തന പദ്ധതികളെല്ലാം തന്നെ നേരത്തെ മുൻകൂട്ടി പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ച് കർത്താവ് തന്നെ പറഞ്ഞ് ആരംഭിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊരു പുതിയതായിട്ട് ഉണ്ടായിട്ടുള്ള ആരെങ്കിലും ഏതെങ്കിലും നിലയിൽ ഒരുപക്ഷെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമല്ല കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം എന്നുള്ളത്. യഹൂദ വിശ്വാസികൾ, പ്രത്യേകിച്ച് പഴയ നിയമം വിശ്വസിക്കുന്ന ഏതൊരു യഹൂദ വിശ്വാസിക്കും വ്യക്തമായി മനസ്സിലാകത്തക്ക നിലയിൽ ക്രിസ്തുവിൻ്റെ ജനനവും, ക്രിസ്തുവിൻ്റെ ജീവിതവും, ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളും, ക്രിസ്തു ഏത് നിലയിലാണ് ഇവിടെ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ പോകുന്നതെന്ന്, ക്രിസ്തുവിൻ്റെ മരണവും ഒക്കെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെയും വളരെ അച്ചട്ടായിട്ട്
യേശു ക്രിസ്തുവിൽ നിവൃത്തിയാകുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുമ്പോൾ അത് പുതിയ നിയമത്തിൽ മാത്രം പറഞ്ഞു തുടങ്ങിയതല്ല, കേവലം 2000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം പറഞ്ഞു തുടങ്ങിയ കാര്യമല്ല. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിലും വളരെ വ്യക്തമായിട്ട്, ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നിവൃത്തിയാകുവാനായിട്ടിടയായി തീർന്നത്. കർത്താവ് പറഞ്ഞത്, ഞാൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു, ഞാൻ അത് പ്രിയപ്പെടുന്നു, കർത്താവിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ആ നിലയിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനനം കൊള്ളുവാനായിട്ട് ഇടയായി തീർന്നു. അടുത്തതായിട്ട് നാം ചിന്തിക്കുമ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഉറപ്പിച്ചതായിട്ടുള്ളതാണ് ഈ വലിയ രക്ഷ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കർത്താവ് തന്നെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ പോയാൽ നിങ്ങളെ നടത്തേണ്ടതിനു വേണ്ടി ഞാൻ പിതാവിനോട് ചോദിക്കും. ആ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അവിടെ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തേണ്ടതിനു വേണ്ടി പരിശുദ്ധാത്മാവിനെ അയക്കും എന്നുള്ളതാണ്. 14-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തില് അവിടെ നാം വായിക്കുന്നത്, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ തന്നെ കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തങ്ങൾ, അത് ഏറ്റവും വിലപ്പെട്ട വാഗ്ദത്തം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് ദൈവത്തിന്റെ വാഗ്ദത്തം നിവൃത്തിയാക്കുവാനായിട്ടിടയായി തീർന്നു. അതുപോലെ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. 16-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, നമ്മെ അനാഥരായി വിടാതെ നമ്മെ സകല സത്യത്തിലും വഴി നടത്തുവാൻ, ദൈവസഭയെ നയിക്കുവാൻ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുവാൻ, നമ്മെ പരിശുദ്ധാത്മാവിന്റെ നിറവിലും പരിശുദ്ധാത്മാവിന്റെ ആലോചനയാലും വഴി നടത്തേണ്ടതിനു വേണ്ടി നമ്മെ അനാഥരായി വിടാത്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയക്കുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ആ നിലയിൽ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് നമുക്ക് നൽകിയ രക്ഷയാണ് ഈ വലിയ രക്ഷ. മൂന്നാമതായിട്ട് ഈ രക്ഷയുടെ പ്രത്യേകത, അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ഇത് വലിയ രക്ഷയാണ്. ഒരുപക്ഷെ ഈ ലോകത്തിലെ മനുഷ്യരൊക്കെ താൽക്കാലികമായി ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ, ഭൗതികമായ നേട്ടങ്ങളൊക്കെ വലിയ രക്ഷയായിട്ട് കാണുമ്പോൾ, ഒരുപക്ഷെ അവര് താൽക്കാലികമായി അവർക്ക് ലഭിക്കുന്ന ജോലികൾ, ഭൗതികമായ നേട്ടങ്ങൾ, ഒരുപക്ഷെ അവര് വലിയ നിലയിൽ അതിനെ കാണുമ്പോൾ, ദൈവം മനുഷ്യന് ഒരുക്കിയിരിക്കുന്ന രക്ഷ അത് വലിയ രക്ഷയാണ്. അത് മനുഷ്യന്റെ പാപത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി നിത്യജീവങ്കലേക്കുള്ള കവാടമായിട്ട് മനുഷ്യൻ ജനിച്ചത് പാപത്തിൽ തന്നെ മനുഷ്യൻ തുടരുമ്പോൾ, പാപത്തിൽ തന്നെ മരിച്ചാൽ നിത്യമായ നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. എന്നാൽ പാപിയായ മനുഷ്യൻ നിത്യമായ നരകത്തിലേക്ക് പോകാതെ
അവന്റെ ആത്മാവ് നിത്യതയിലേക്ക് കടക്കുവാൻ ദൈവം ഒരുക്കിയ വലിയ മാർഗമാണ് ഈ വലിയ രക്ഷ. ഈ വലിയ രക്ഷ എന്ന് പറയുമ്പോൾ ദൈവം തന്റെ ഓമനപുത്രനെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് മാനവരാശിയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, മാനവരാശിയുടെ പാപത്തിന് മോചനം നൽകുവാൻ, മറുവിലയായി തീർന്നുകൊണ്ട് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ കൊന്ന് മനുഷ്യനു വേണ്ടി ഒരുക്കിയ വലിയ രക്ഷയാണ് ഈ രക്ഷ. അപ്പോൾ ഈ രക്ഷ എന്ന് പറയുമ്പോൾ താൽക്കാലികമായ ഭൗതികമായ നേട്ടങ്ങളെക്കാൾ അപ്പുറമായി മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയാണ്. ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ജീവൻ, അവന്റെ ആത്മാവ് നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അവന്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? ഒരുപക്ഷെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് ചിന്തിച്ച് മനുഷ്യൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ഭൗതികമായ താൽക്കാലികമായ ലോകത്തിൻ്റെതായ ചിന്താഗതികളിലൂടെ മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ, എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ രക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയാണ്. ഒരു മനുഷ്യനെ രക്ഷിക്കുവാനോ അവനെ വീണ്ടെടുക്കുവാനോ മനുഷ്യർക്ക് അസാധ്യമായിരുന്നപ്പോൾ അവന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണെന്ന് മനസ്സിലാക്കി വലിയവനായ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് മാനവരാശിക്ക് പാപമോചനം ഒരുക്കി, മാനവരാശിക്ക് വീണ്ടെടുപ്പ് ഒരുക്കി, മാനവരാശിക്ക് രക്ഷ ഒരുക്കി. ഈ രക്ഷ എന്ന് പറയുമ്പോൾ വലിയ രക്ഷയാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ മരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആത്മാവിന്റെ നിത്യത എവിടെയായിരിക്കും ചിലവഴിക്കുന്നത്? ഒരിക്കൽ മരിക്കുകയും പിന്നെ ഒരു ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു കണക്ക് സൃഷ്ടാവായ ദൈവത്തിന്റെ മുമ്പാകെ നാം കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ രക്ഷ, ഇത്ര വലിയ രക്ഷ, അത് നാം സ്വീകരിക്കുവാനായിട്ട്, കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, പാപത്തിന്റെ ശമ്പളമായ മരണത്തിന്, ശിക്ഷയായ മരണത്തിന് ഞാൻ യോഗ്യതയുള്ളവനാണ്. എന്നാൽ എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചു. അവസാനത്തുള്ള രക്തം വരെയും എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഊറ്റിത്തന്നു എന്ന് ഞാൻ ഹൃദയംഗമായി വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, എന്നെ നിന്റെ മകനാക്കി തീർക്കണമേ, മകളാക്കി തീർക്കണമേ എന്ന് ഏതൊരു കൊടുംപാപിയും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥന അംഗീകരിക്കുകയും നമുക്ക് പാപത്തിൽ നിന്നുള്ള വിമോചനം ലഭിക്കുകയും ചെയ്യും. ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ പാപക്കടം മാറ്റുവാനായിട്ട്, പാപബന്ധനം അഴിക്കുവാനായിട്ട്, പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന മരണത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുവാനായിട്ട് യേശു ക്രിസ്തു മതിയായ ആ കർത്താവാണ്. ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വലിയ രക്ഷയുടെ വലിപ്പം മനസ്സിലാക്കി നമ്മുടെ ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നും നമുക്കൊരു ഗാനം ശ്രവിക്കാം. എൻ്റെ നിക്ഷേപം നീ തന്നെയാണ് എന്ന് ആരംഭിക്കുന്ന ഗാനം ഇപ്പോൾ സഹോദരൻ ജിജോ അടൂർ ദൈവനാമഹത്വത്തിനായിട്ട് ആരംഭിക്കും. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ.
യേശുവേ എൻ ഹൃദയത്തിൽ ഉടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ മാറാനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ മാറാനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ, എൻ പ്രിയ രക്ഷകനെ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ, എൻ പ്രിയ രക്ഷകനെ. സുന്ദര രൂപനെ, വന്ദിതനാഥനെ, മാറനാഥ മാറനാഥ. സുന്ദര രൂപനെ, വന്ദിതനാഥനെ, മാറനാഥ മാറനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിൽ ഉടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിൽ ഉടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ രാത്രിയിലും ദൈവികമായ ഇടപെടൽ ഗാനങ്ങളിലൂടെയും സന്ദേശങ്ങളിലൂടെയും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദേവദാസന്മാർ മുഖാന്തരം ഇവിടെ പാടിയ ഗാനങ്ങൾ, ആ ഗാനങ്ങളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഒപ്പം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനിടയായിത്തീർന്നു. അരിഷിതാവായ കർത്താവിനെ ജീവിതത്തിൻ്റെ നായകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവവേദങ്ങളായി ജീവിപ്പാൻ ഈ ഗാനങ്ങളും സന്ദേശം കേട്ട എല്ലാവർക്കും ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ ഗാനങ്ങൾ ആലപിക്കാനെത്തിയത് കൃത്യസുഹയിൽ ഗായകരംഗത്ത് ശോഭിച്ചു വരുന്ന സഹോദരൻ ജിജോ അടൂർ അവറുകളാണ്. പ്രിയപ്പെട്ടതിനും കൂടി മനോഹരമായ ഗാനം കേട്ടുവല്ലോ. ഇന്ന് കടന്നു വന്ന് ഗാനം ആലപിച്ചതിൽ ഞങ്ങൾ പ്രത്യേകമായ നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു.
കൂടാതെ ഗാനങ്ങൾക്ക് നരേഷൻ പറയുകയും സന്ദേശം ഒരുക്കുകയും ചെയ്ത കദ്രാസൻ ബിജു വേങ്ങൂർ അവരോടുള്ള നന്ദി കർത്താവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതമൊരുക്കിയതായ സഹോദരൻ ബെനറ്റ് ജോൺ കൊട്ടാരക്കര അവരോടും കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ഗാനങ്ങളും സന്ദേശങ്ങളും ശ്രമിച്ച കണ്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നന്ദി അറിയിക്കുന്നു. ഈ രാത്രിയിൽ ഒരു നിമിഷം തലകടമണക്കി ദൈവം പാകെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, മനോഹരമായ സമയത്തിനായി തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവാസനതയിൽ ഞങ്ങൾക്ക് അല്പനിമിഷങ്ങളിൽ ഇരിപ്പാൻ നൽകിയതിനായ സ്തോത്രം. കർത്താവേ, ഇവാഞ്ചേലിയൻ മ്യൂസിക് പേജിലൂടെ അനേക ആളുകൾക്ക് ഗാനങ്ങളിലൂടെയും സന്ദേശങ്ങളുടെയും ദൈവത്തിന് വചനം എത്തിക്കുവാൻ കർത്താവ് സഹായിക്കുന്നതിനായ സ്തോത്രം. ഇന്നും അത് സാധ്യമാക്കി തീർന്നതിനായി സ്തുതിക്കുന്നു. കർത്താവെ, ഇവിടെ പാടിയ ഗാനങ്ങളും സന്ദേശങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കേട്ടപ്പോൾ അവരുടെ ജീവിതത്തിന് അത് ആനന്ദകരമായിരിക്കാനും ദൈവിക വെളിപ്പാടായി തീരുവാനും ഇടയാക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തപ്പെട്ട ഞങ്ങളെ സ്നേഹിച്ച ദൈവത്തിനായ യേശുവിനെ പിതാവ് കർത്താവായി സ്വീകരിച്ച ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ഞങ്ങളുടെ ശ്രോതാക്കളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വേഗത്തിൽ വരുന്നു. ആ കർത്താവിനെ വരെ നോക്കി പാർത്തുകൊണ്ട് വിശ്വാസത്തിൽ വീണുപോകാതെ ഞങ്ങളും തുടരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശ്രീമാനുജനായ സ്തോത്രം. കർത്താവെ, ഈ ഗാനങ്ങൾ സന്ദേശം കേട്ട ആരെങ്കിലും രോഗികളും ദുഃഖിതരുമായി കഴിയുന്നെങ്കിൽ കർത്താവെ, അവരുടെ രോഗത്തിന് പൂർണ്ണമായ സൗഖ്യം നൽകുകയും വിടുതൽ കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയിൽ ദുഃഖത്തിലും പരങ്ങി കഴിഞ്ഞെങ്കിൽ കർത്താവെ, അവരുടെ കർത്താവ് സംസാരിക്കണമേ. അവരുടെ ജീവിതത്തിൻ്റെ പുതുജീവിതത്തിൻ്റെ ദിവസമായി ഇത് തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷയെ കർത്താവ് മാനിച്ചു അവിടെ നാമത്തെ ഉയർത്തി എല്ലാ തടസ്സങ്ങളെയും നീക്കുന്നതിനായ സ്തോത്രം. അവിടെ നാമത്തെ ഉയർത്തതിനായ സ്തോത്രം. സകല മാനവും മഹത്വവും പുകഴ്ചയും അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധന്മാരുടെ കൂട്ടായ്മയും സുവാസവും കാവലും നാം ഏവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഭൂലോകം പാടും കർത്താവിനായി കാത്തിരിക്കുന്ന സകല വിശുദ്ധന്മാരുടെ